ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനാണെങ്കിൽ CS റാങ്ക് കളിച്ചപ്പം നമ്മുടെ ടീമേറ്റ് ആയിട്ടൊരു മലയാളി വന്നു. ഞാൻ നോക്കിയപ്പം കേരള SKS 37 റാങ്ക്, വെപ്പൺ ഗ്ലോറി ആയിരുന്നു അവൻ. അവനാണെന്ന് വെച്ചാൽ ഞാൻ നെറ്റ് പോയിരുന്നു. ഞാൻ കുറേ നോക്കി അവനെ ഇങ്ങനെ ഇടിച്ചിടിച്ച് കാണിക്കുകയും ഇരുന്നിരുന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. ഞാൻ വിചാരിച്ചു അവന് മനസ്സിലായില്ല മലയാളിയാണെന്ന്. ഞാൻ കുറേ വട്ടം ഇരുന്നിരുന്ന് കാണിച്ചു, പക്ഷെ അവൻ നെറ്റ് പോയില്ലേക്കും. നെറ്റ് പോയോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഓടി. ഞാൻ കുറേ വട്ടം അവനെ ഇരുന്നിരുന്ന് കാണിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവന് മനസ്സിലായെന്ന് തോന്നി ഞാൻ മലയാളിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സൈഡിൽ എനിമീസ് വന്ന് അവിടെ ടീമേറ്റ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനങ്ങോട്ട് നേരെ പോയി. അപ്പോൾ ഒരുത്ത് ഓടുന്നുണ്ട്. നമ്മുടെ ടീമേറ്റിൻ്റെ പേര്, മലയാള ടീമേറ്റിൻ്റെ പേര് ടൈറ്റനാണ്. അവൻ തിരുവനന്തപുരം ജില്ല, TVM ബോയ്സ് എന്നായി എൻ്റെ പേര് ഗിൽഡിൻ്റെ. ഞാനാണെങ്കിൽ ഇവിടെ ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. അവനെ ചാടി വന്നുകൊണ്ട് 2 ഇടിച്ചപ്പോൾ കേട്ടോ. പെട്ടെന്ന് എനിക്ക് ബാക്കിൽ നിർത്തുമ്പോൾ തന്നെ ബേബി ഷോട്ടും കൊണ്ട് അടിച്ചു കിട്ടും. എന്നിട്ട് അവൻ്റെ എനിമീസ് ഒരു ഗ്രനേഡ് എടുത്തെറിഞ്ഞ് ഞാനങ്ങ് ചത്തുപോയി. ഇനി നമ്മുടെ ടൈറ്റൻ ബ്രോയും വേറൊരു ബംഗാളി മാത്രമേ ഉള്ളായിരുന്നു. ബംഗാളി ആണെങ്കിൽ കയറി വന്ന എനിമിയുടെ ഹെഡ് ഷോട്ട് അടിച്ചത്. നെക്സ്റ്റ് റൗണ്ട് ആണെങ്കിൽ ഞാൻ MB40 എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കയറാമെന്ന് വിചാരിച്ച്. ടീമേറ്റ്സ് എല്ലാം ലെഫ്റ്റ് സൈഡാണ്. ഞാൻ അടി കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ അടിയൊന്നും കിട്ടിയില്ല. അവന്മാർ വെടിവെച്ച്, പക്ഷെ അടിയൊന്നും കിട്ടിയില്ല. ഞാനാണെങ്കിൽ ഇതിലേ കയറി ജനലിൽ ചാടിയായി പുറത്തുകൂടെ പോകാൻ നോക്കിയപ്പോൾ അവിടെ എനിമീസ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ചാടി ഒരുത്തന്നെ 2 അവന്മാരെ അടിച്ചും കിട്ടും. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് അവന്മാരെന്നെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ടൈറ്റൻ ബ്രോ നമ്മുടെ കില്ലെല്ലാം ഫിനിഷാക്കി തന്നിട്ടുണ്ട്. ഞാൻ മൈക്കിൽ കൂടെ പറയുന്നുണ്ട് റിവൈവ് എന്ന്. മലയാളിയെന്ന് മനസ്സിലായി. ടൈറ്റൻ ബ്രോ റിവൈവ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് എഡ്മി അടിച്ച് നോക്കാക്കി. നമ്മുടെ ഈ ബംഗാളി ലവ് എന്ന് പറഞ്ഞ ഒന്നാടെ മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ പൊട്ടത്തരം കാണിച്ച് ഊക്കവും കിട്ടുമെന്ന് വെച്ചാൽ. ഈ ഓപ്പോസിറ്റുള്ള നല്ല പ്ലേയേഴ്സ് ഓപ്പോസിറ്റ് ഉണ്ട്. ഞാൻ വെച്ച് കളി കിട്ടത്തില്ലെന്ന് വിചാരിച്ചു. അടുത്ത റൗണ്ട് ഞാൻ XM8 എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവന്മാർ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ അടിക്കാൻ വേണ്ടി ഞാൻ കുറേ അടിച്ചു നോക്കി. അവിടെ എനിമീസ് പറഞ്ഞുകൊണ്ട്, പക്ഷേ എയിമൊന്നും കിട്ടുന്നില്ല. ഇവർക്ക് ഞാൻ അടിച്ച് നോക്കിയിട്ട് അപ്പോഴത്തേക്ക് ടീമേറ്റ്സ് വന്നു. അവനൊരു കവർ എഴുതി ബ്ലൂവാളിട്ട്. ഞാൻ കുറേ പൊട്ടിക്കാൻ നോക്കി, പക്ഷെ അപ്പോഴത്തേക്ക് അവന് പൊട്ടി വിട്ടു. ഞാൻ പൊട്ടിച്ചപ്പോഴത്തേക്ക് അവനാണെങ്കിൽ പോയി മെഡിക്കറ്റ് ഊറ്റിയാൻ തോന്നുന്നു. അവൻ അപ്പുറത്തെ സൈഡിൽ പോയി കവർ എടുത്തിരിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ മണ്ടക്കൂടെ നേരെ റഷ് ചെയ്ത് അവനെ അടിക്കാൻ. എനിക്ക് എന്തായാലും അറിയാം അവിടെ തന്നെ കാണുന്നു. ഞാൻ ഇതിലേക്കൂടെ കയറിയപ്പം വരുന്നത്. അവന് കിടിലൊരു ഷോട്ട് കൊടുത്തു അവനെ നോക്കിയിട്ട്. പെട്ടെന്ന് തന്നെ കില്ല് ഫിനിഷാക്കി. ചിലപ്പോൾ എനിമീസ് ആണെങ്കിൽ നല്ല പ്ലെയേഴ്സാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ്സ് 2 പേരും അപ്പോഴത്തേക്ക് തീർന്നു. ഈ ഞാനും ടൈറ്റൻ ബ്രോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുത്ത സാൻഡിനോ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നു. ഞാൻ അവനെ മാക്സിമം കുത്തിപ്പിടിച്ച് വന്നു. അപ്പോഴത്തേക്ക് മോക്ക് ഒരുത്ത വന്നായിരുന്നു. അപ്പോഴത്തേക്ക് ശരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അവൻ എന്നെ അടിച്ചങ്ങ് നോക്കിയിട്ട് പെട്ടെന്നായിരുന്നു ഞാൻ കില്ല് ഫിനിഷ് ആക്കാൻ ട്രഷ് ചെയ്തു. നമ്മുടെ ടൈറ്റൻ ബ്രോ മാത്രമേ ഉള്ളൂ. ഡ്രോപ്പൊക്കെ എടുക്കുന്നുണ്ട്, AW ഒക്കെ. സ്പൈഡറിനെ വിട്ട് ഒരുത്തനാണെങ്കിൽ ഇവിടെ ഗ്ലൂ വാൾ ഇട്ട് വന്നിരിക്കുന്നു. അപ്പം 2 സൈഡിലും എനിമീസ് ആയിരുന്നു. നമുക്ക് ബ്രോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ ലോലിമോട്ടൊക്കെ ഇടുന്ന എനിമീസ്. നെക്സ്റ്റ് റൗണ്ട് ആണെങ്കിൽ MB40 XM8 ഞാൻ ഇട്ടിട്ടുണ്ട്. ആണെങ്കിൽ ജനലിൻ്റെ അവിടെ വാതിൽ ലെവലിലൂടെ ഇറങ്ങുന്നവന്മാരെയൊക്കെ ഇച്ചിരി ഡാമേജ് കൊടുത്ത് ഞാൻ വീടിനകത്തോട്ട് കയറുമെന്ന് വിചാരിച്ച് അതിനകത്തോട്ട് കയറിയപ്പം എനിക്കവിടെ എനിമി ഉള്ളതായിട്ട് തോന്നി. സൗണ്ട് കേട്ട് ഞാനാണെങ്കിൽ എനിമി ഉണ്ടായി കണ്ട് പെട്ടെന്ന് ബാക്ക് ഇറങ്ങി. പക്ഷേ ഞാൻ വെടി വെച്ച് ഒന്നും കൂടില്ല. പെട്ടെന്ന് തന്നെ അവൻ എന്നെ അടിച്ചിട്ട്. എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അടിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടൈറ്റൻ ബ്രോ ആണെങ്കിൽ SKS കേരള സ്പേസ്. ചെറുക്കനാണെങ്കിൽ സീനായിട്ട് കളിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്തു. പക്ഷേ മറ്റേ എനിമി എന്നീ കുത്തിപ്പിടിച്ച് XM8 കൊണ്ട് നോക്കി ഒരു ഫ്ലാഷ് റൈസ് ഒക്കെ എടുത്തിറങ്ങി. അതുകൊണ്ട് ഒരു പ്ലെയറും കൂടെ ഉള്ളൂ. അവനാണെങ്കിൽ മൂപ്പനെ അവൻ പോയി ചത്തു കൊടുത്തു. ഇനി നെക്സ്റ്റ് റൗണ്ട് ആണെങ്കിൽ അവന്മാർക്ക് 3 പോയിൻ്റ്, ഞങ്ങൾക്ക് 1 പോയിൻറ്റും. നെക്സ്റ്റ് റൗണ്ട് ഞാൻ MB40 എടുത്തിട്ടുണ്ട്. ഈ വീടിനകത്ത് ലോങ് റേഞ്ച് ഒന്നും എടുത്താൽ ഗുണമില്ല. അതുകൊണ്ട് MB40 തന്നെ എടുത്ത് ഞാനാണെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ കയറാമെന്ന് വിചാരിച്ച് MB40 പിന്നെ XM8 കൂടെ എടുത്തു. അങ്ങനെ ലോങ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ XM8 കൂടെ എടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ഡ്രോപ്പിൻ്റെ അവിടെ എന്തായാലും എനിമി വരുമെന്ന് എനിക്കറിയാം. ഞാനാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഒരുത്തൻ കറങ്ങി പോകുന്നുണ്ട്. അവന് ഡാമേജ് കൊടുത്തു, പക്ഷെ അവൻ ചട്ടയൊന്നുമില്ല. ചെറുതായിട്ട് ഡാമേജ് കയറി, ഒരു 10-15 അങ്ങനെയൊക്കെ.
നോക്കിയപ്പോൾ ഇവിടെ എനിമീസ് ഞാൻ ഒരുത്തന്നെ ചാടി ഒന്ന് ഫുൾ റെഡ് കൊടുത്ത് അടിച്ചു നോക്കി. അവനെ ഞാൻ ഫിനിഷ് ചെയ്ത്. അപ്പോഴത്തേക്ക് അപ്പുറത്തും വെടി കിട്ടി. ഞാനാണെങ്കിൽ എക്സം വെടിക്കൊണ്ട് നല്ല ഡാമേജ് അവന് കൊടുത്ത് 72 ഒരു ഹെഡ് വരെ കയറി. അവനാണെങ്കിൽ കറങ്ങി നിന്ന് അടിക്കാൻ നോക്കി. പക്ഷേ ഞാൻ അവന് ഹെഡ് കൊടുത്ത് തന്നെ അവനെ ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത ഒരു എനിമി കൊണ്ടോ ഞാനാണെങ്കിൽ അടിക്കാൻ നോക്കി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ സൈൻ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇട്ട് നമ്മുടെ ടീമേറ്റ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അന്നേരം വിചാരിച്ച് അവൻ കുന്നിക്കൊണ്ടിരുന്നു. വിചാരിച്ച കണക്ക് തന്നെ അവൻ ബംഗാളി കുന്നിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടീമേറ്റ് നോക്കായി. പക്ഷേ നമ്മുടെ ടൈറ്റം ബ്രോ എനിമിയെ കൊന്നിട്ടുണ്ട്. നെക്സ്റ്റ് റൗണ്ടാണെങ്കിൽ ഞാൻ ബ്ലൂ വാളും വെസ്റ്റും ഒക്കെ വാങ്ങിച്ച് ഫുള്ളാക്കി വെച്ചേക്കുക. ഞാനെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ കയറി. നമ്മളോട് ഒരു ടീമേറ്റും ഉണ്ടായിരുന്നു. ഞാനെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ കയറി. സാധാരണ ഞാൻ ഈ വീട്ടിൽ കയറും അതുകൊണ്ട് ഞാൻ അവിടെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവിടെയൊക്കെ എനിമീസ് കാണുന്നത്. ഇപ്രാവശ്യം അവിടെ ഒന്നും എനിമീസ് ഇല്ലായിരുന്നു. ഞാനെങ്കിൽ താഴെ ചാടിയിട്ട് ആ വീട്ടിന് അങ്ങോട്ട് പോയി ആ വീട്ടിൽ കയറിയിട്ട് മേളിയുള്ളവന്മാരെ അടിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ നോക്കിയപ്പോൾ അവന്മാരെല്ലാം അങ്ങ് കയറിപ്പോയി. അതുകൊണ്ട് വീടിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ തിരിച്ച് സ്റ്റെപ്പ് കയറി മേളിൽ കറങ്ങിപ്പോയി അവന്മാരെ അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ടീംമേറ്റ്സ് എല്ലാം താഴെ ഒറ്റയ്ക്ക് പോകണം. ഞാൻ മേളിൽ ഒരു മറ്റേ ബംഗാളി ഉണ്ടവൻ. അവനാണെങ്കിൽ ചാവുകയും ചെയ്തു. അവന്മാർ 4 പേരും അവന്മാർ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനെനിക്ക് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് വന്നപ്പം വരും 4 പേരും. എനിക്ക് എന്തായാലും ഞാൻ 2 മിനിറ്റ് അവിടെ നിന്നിട്ട് ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഓണാക്കി. ഞാൻ ഫസ്റ്റ് തന്നെ ഒരുത്തന്നെ ഞാൻ MP40 കൊണ്ട് നോക്കിയിട്ട് 2 പേര് താഴെ വീണ്. പിന്നെ ഞാൻ ഒരുത്തനെയും കൂടെ നോക്കിയിട്ട് പക്ഷേ അവിടെ നല്ല ഡാമേജ് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നമ്മുടെ ടീമേറ്റ് കുമ്മിക്കൊണ്ടുപോയി. അപ്പോൾ ഞാനാണെങ്കിൽ താഴെ ഉള്ളൂ നല്ലൊരു ഡാമേജ് കൊടുത്തു. പക്ഷെ അവൻ ചത്തില്ല. അവൻ സ്പീഡ് ടച്ച് കേട്ട് ഓടിപ്പോയി. നോക്കിയപ്പോൾ മേളിൽ സ്പൈഡറിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. അവൻ ജസ്റ്റ് ഒരു വെടി വെച്ചപ്പോഴത്തേക്ക് അവൻ ചത്ത്. 3v3 ആണ്. ഈ കളി കിട്ടി പോയാൽ പോയി അങ്ങനത്തെ അവസ്ഥയാണ്. ഞാനാണെങ്കിൽ എല്ലാം വാങ്ങിച്ച് വെസ്റ്റ് ഒക്കെ ഫുള്ളാക്കി വെച്ചു. ഞാനെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഡയറക്റ്റ് നേരെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ കൂടെ ആരും ഉണ്ടോ ഞാൻ ആരുമില്ല. എല്ലാം അപ്പുറത്തെ സൈഡിലാണ്. നോക്കിയപ്പോൾ അവിടെ മോക്കോ. ഞാനാണെങ്കിൽ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എന്തായാലും ഇനിമ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മോക്കോ ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ എക്സം കൊണ്ട് ഡാമേജ് കൊടുക്കാൻ നോക്കി. ഇച്ചിരി ഡാമേജ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവൻ നോക്കൊന്നും ആയില്ല. അപ്പോൾ ഞാൻ ഒരിക്കുന്നു ഒരുത്തൻ ഞാൻ ഈ കിടിലോ ഒരു ഹെഡ് ഷോട്ട് കൊടുത്ത് അവനെ അങ്ങ് നോക്കിയിട്ട് ഞാനെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നു എനിമി. അപ്പം ഇപ്പോൾ അവൻ സാൻഡിൽ വിടുന്നു. ഞാനെങ്കിൽ ഇവനെ ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചപ്പോഴത്തേക്ക് ഒട്ടും ഗ്ലൂവാൾ കിട്ടി. ഞാൻ വെച്ചാൽ ആ ലോങ്ങിൽ നിൽക്കുന്നവനെ ഗ്ലൂവാൾ ഇട്ടേന്ന്. ഞാൻ അവിടെ നിന്ന് എനിക്ക് ചുറ്റിയപ്പോൾ വേറെ എനിമിയായിരുന്നു ഇട്ടേ. ഞാൻ വിചാരിച്ച് മറ്റേ അവനാണ്. ഞാൻ വെച്ചാൽ അവിടെ വെയിറ്റിക്കുന്നു. ഞാനിങ്ങനെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് സ്ട്രെയിൻറ്റായിട്ട് ഇട്ട്. അപ്പോൾ അവൻ മെഡിക്കറ്റ് കിട്ടും. ഞാൻ അപ്പോഴത്തേക്ക് പെട്ടെന്ന് കയറി അവനെ കുത്തി പിടിച്ചെന്ന് നോക്കിയിട്ട് പിന്നെ ഒരുത്തനും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ടീംമേറ്റ്സ് നമുക്ക് കളി വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ മലയാളി ഫ്രണ്ടിനെ നമുക്കൊന്ന് ഫ്രണ്ടാക്കാൻ നോക്കാം.